എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ചെമ്പനീർ പൂവ് സീരിയലിന്റെ ഇന്നത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ്. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണ് എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നേരെ നമുക്ക് സച്ചിയുടെയും രേവതിയുടെയും ആ ഒരു കഥയിലേക്ക്. കഥ തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ സുധീന്ദ്രനാണെങ്കിലോ ഒരു സ്ഥലത്ത് ജോലിക്ക് ചെന്നിരിക്കുകയാണ്. പക്ഷെ അവിടുത്തെ ആ ഒരു മേഡത്തിന്റെ രീതികളും മട്ടും ഭാവവും ഒന്നും ശ്രുതിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ശ്രുതിക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് നമ്മുടെ ശ്രുതി അവിടെ ജോലിക്ക് നിൽക്കുന്നുണ്ട്. അപ്പൊ ശ്രുതിക്കും അത് മനസ്സിലാകുകയാണ്. പുള്ളിക്കാരന്റെ ആ ഒരു ക്വാളിഫിക്കേഷനും സംഭവങ്ങളും ഒക്കെ വെച്ചിട്ട് ഇതുപോലെയുള്ളൊരു ജോലി ചെയ്യാനായിട്ട് പുള്ളിക്കാരനെ കൊണ്ട് സാധിക്കില്ല എന്നൊക്കെ ശ്രുതിയും മനസ്സിലാക്കുകയാണ്. അങ്ങനെ ശ്രുതിയാണെങ്കിലോ തന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് റിസൈൻ ഒക്കെ ചെയ്തുകൊണ്ട് ഇങ്ങ് വീട്ടിലേക്ക് പോരുകയാണ്. വീട്ടിലെത്തിയ ശ്രുതിയോട് ചന്ദ്രമതി പറയാണ്, മോനെ എങ്ങനെയുണ്ടായിരുന്നു പോയിട്ട്? കാര്യങ്ങളെല്ലാം കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ അല്ലേ? ജോലിയൊക്കെ നല്ലതായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും അമ്മ അതൊന്നും പറയണ്ട, ആ ഒരു ജോലിയൊന്നും ചെയ്യാനായിട്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയാണ്. ഇത് കേട്ട ചന്ദ്രമതി ആണെങ്കിൽ ഇതാ ഇടിവെട്ട് കൊണ്ട പോലെ നിൽക്കുകയാണ്. നീ എന്തൊക്കെയാ പറയുന്നത്? എത്രയൊക്കെ വന്നാലും അവനോട് ആ ഒരു 50 ലക്ഷം രൂപ അതും 6 മാസത്തെ കാലയളവിനുള്ളിൽ കൊടുക്കാന്നുള്ള വാക്കൊക്കെ നമ്മൾ പറഞ്ഞതല്ലേ, പിന്നെ എങ്ങനെയാണ് അത് കൊടുക്കാതിരിക്കുന്നത്? നീ ഒരു ജോലിക്ക് പോയെങ്കിൽ മാത്രമല്ലേ അത് സാധിക്കുള്ളൂ. അമ്മേ, ആ ഒരു ജോലി സ്ഥലത്ത് അതെനിക്ക് ഒട്ടും തുടർന്നു പോകാൻ പറ്റത്തില്ല. ഇപ്പൊ തന്നെ ഞാൻ അവരുടെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ടാണ് അവിടെ ചെന്നത്. പക്ഷെ അവരെന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവരവിടെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അവരുടെ പറ്റേ നിന്നുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം എഴുതിയെടുക്കാൻ പറഞ്ഞത്. അത്തരമുള്ളൊരു സാഹചര്യത്തിലൊന്നും എനിക്ക് ജോലി ചെയ്യാനേ സാധിക്കില്ല. അതൊക്കെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള സംഭവങ്ങളല്ലേ ശ്രുതി, നീ എന്തിനാ അതൊക്കെ കാര്യമാക്കുന്നതെന്ന് ചന്ദ്രമതി ചോദിക്കുകയാണ്. എൻ്റെ അമ്മ, എന്ത് പേഴ്സണൽ ആണെങ്കിലും ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യേണ്ടത് ബ്യൂട്ടി പാർലറിൽ പോയി തന്നെ ചെയ്യണം. അല്ലാതെ അതിനിടയിൽ ഓഫീസും ബ്യൂട്ടി പാർലറും എല്ലാം കൂടി ഇടകലർത്തി ചെയ്യരുത്. അതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് ഇതിലും നല്ലൊരു ജോലിക്ക് ഞാൻ ട്രൈ ചെയ്തോളാം അമ്മ. അതുകൊണ്ട് അമ്മ മറ്റു കാര്യങ്ങളൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ടെന്നും പറഞ്ഞ് ശ്രുതി അങ്ങ് കയറി പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും എന്തേലും ആവട്ടെ, നീ ഇപ്പം വന്നതല്ലേ, നിനക്ക് കുടിക്കാനായിട്ട് അമ്മ കോഫി എടുത്താലോ എന്ന് ചോദിക്കുമ്പം രേവതി നീ ഇവനും കൂടി കോഫി എടുക്കെന്ന് പറയാണ്. അപ്പൊ കോഫി എടുക്കാനായിട്ട് പറഞ്ഞതും രേവതിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ അമ്മായിയമ്മ പറഞ്ഞത് കൊണ്ട് തന്നെ രേവതി അടുക്കളയിലേക്ക് പോവാണ്. പോയ പാടെ തന്നെ ഒരു കപ്പ് കാപ്പിയായിട്ടാണ് അവൾ മടങ്ങി വരുന്നത്. അല്ല, ഇതെന്താ ഒരു കപ്പ് കാപ്പി? ഒരു കപ്പ് കാപ്പിയോ? എനിക്ക് അമ്മയ്ക്ക് ഇട്ട് തരേണ്ട കാര്യമല്ലേ ഉള്ളൂ. പിന്നെ അമ്മയുടെ മോനെ ഇട്ട് കൊടുക്കണമെങ്കിൽ അത് അമ്മ തന്നെ വിചാരിക്കേണ്ടി വരും. നീ എന്തൊക്കെയാണ് രേവതി ഈ പറയുന്നതെന്നും ചോദിച്ചിട്ട് ചന്ദ്രമതി ആണെങ്കിൽ ചന്ദ്രഹാസം മുഴക്കുകയാണ്. അപ്പോഴത്തേക്കിനും രേവതി പറയുന്നുണ്ട്, അമ്മയുടെ കാര്യങ്ങള്, അച്ഛന്റെ കാര്യങ്ങള്, എന്റെ ഭർത്താവിന്റെ കാര്യങ്ങള് ഇത്രയും നോക്കേണ്ട ആവശ്യം എനിക്കുള്ളൂ. പിന്നെ ഈ മകന് ചായ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ അത് രേവതിയുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയിട്ട് ഈ മോൻ കുടിക്കില്ല എന്ന് പറയുകയാണ്. ഇനി വേണമെന്നാണെങ്കിൽ അടുക്കളയിൽ പോയിട്ട് വേറെ ഉണ്ടാക്കി കുടിക്കാലോ. അപ്പൊ ഇങ്ങനെ പറയുമ്പം ചന്ദ്രമതിക്ക് ദേഷ്യം വരികയാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് അതനുസരിച്ചേ പറ്റുള്ളൂ. നിനക്കറിയാലോ ഇത് എന്റെ പേര് കിടക്കുന്ന വീടാണ് എന്നുള്ള കാര്യം രേവതി ഓർമ്മിപ്പിക്കുകയാണ്. വേഗം പോയി ഒരു കപ്പ് കാപ്പിയും കൂടി ഇങ്ങോട്ട് എടുത്തോണ്ട് വാന്ന് പറയുമ്പോഴത്തേക്കിനും എനിക്ക് പറ്റില്ലെന്നല്ലേ അമ്മയോട് പറഞ്ഞത്. എടാ മോനെ, എന്നാ ഒരു കാര്യം ചെയ്യും, നീ ഈ കാപ്പി കുടിക്കെന്നും പറഞ്ഞ് രേവതി ഉണ്ടാക്കിയ കാപ്പി നമ്മുടെ ശ്രുതിക്ക് നേരെ നീട്ടുകയാണ്. അപ്പൊ ചന്ദ്രമതി ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിനും ആ നീട്ടിയ ആ ഒരു ചായ ഉണ്ടല്ലോ അത് അങ്ങനെ തന്നെ കറക്കി എടുക്കുകയാണ് നമ്മുടെ സച്ചി വന്നിട്ടുണ്ട്. അപ്പൊ സച്ചി വന്നതും ഇത് എന്താണ് ഇവിടെ കാണിക്കുന്നത്? ഇവളുണ്ടാക്കിയ കോഫി കുടിക്കാനുള്ള അവകാശവും അധികാരവും ഒക്കെ എനിക്കല്ലേ തന്നിരിക്കുന്നത്. അതുകൊണ്ട് അവള് എനിക്കും അമ്മയ്ക്കും അച്ഛനും ഒക്കെ വേണ്ടിയിട്ടിടും. പിന്നെ അമ്മയുടെ മോനിപ്പോ ഇവിടെ വാടകക്കാരനെ പോലെയല്ലേ താമസിക്കുന്നത്. അവന് ചായ വെച്ച് കൊടുക്കണമെങ്കിൽ ഒന്നെങ്കിൽ ചന്ദ്രമതി തന്നെ കനിയണം. അപ്പൊ ടീച്ചറമ്മ പോയി നല്ലൊരു ചായ ഉണ്ടാക്കി മോന് കൊടുക്കെന്ന് പറയാണ്. അപ്പൊ ടീച്ചറിനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ സ്വന്തം വീട്ടില് എന്റെ മോനൊരു കപ്പ് കാപ്പി കിട്ടണമെങ്കിൽ നിന്നോടൊക്കെ ഇറക്കണം അല്ലേ? എന്തായാലും കൊള്ളാം, ഇതൊക്കെ ഞാൻ മാറ്റിത്തരാം രേവതി, നിന്റെ അഹങ്കാരമൊക്കെ ഞാൻ ശമിപ്പിച്ചു തരാമെന്നും പറഞ്ഞ് ചന്ദ്രയാണെങ്കിൽ അങ്ങ് കലി തുള്ളി പോവാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലോ ശ്രുതി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക കേട്ടോ. ഒരു കപ്പ് കാപ്പി പോലും കിട്ടാത്തൊരവസ്ഥയാണ് ഇപ്പം വീട്ടിലുള്ളത്. ശ്രുതിയോട് സച്ചി പറയുന്നുണ്ട്, എടാ നിനക്ക് ചായ വേണമെന്നുണ്ടെങ്കിൽ നിന്റെ അമ്മയോട് പറഞ്ഞിടുകയോ അല്ലെങ്കിൽ നീ ഇട്ട് കുടിക്കുകയോ ഒക്കെ ചെയ്യണം. അല്ലാതെ എന്റെ ഭാര്യ ഉണ്ടാക്കിയിട്ടും അത് കുടിക്കാന്ന് നീ വിചാരിക്കേ വേണ്ടാന്ന് പറയുകയാണ്. ഈ ഒരു 6 മാസത്തെ കാലയളവിനുള്ളിൽ നീ ഈ വീട്ടിൽ വെറും വാടകക്കാരൻ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ ഇങ്ങനെ അപമാനിക്കുകയാണ് സച്ചി. അപ്പൊ രേവതിക്ക് വലിയ സന്തോഷമൊക്കെ ആയിട്ടോ. എന്തായാലും നല്ല കണക്കിനാണ് സച്ചി
സ്തുതിക്കിട്ട് കൊടുക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ അവൾക്ക് നല്ല സന്തോഷമുണ്ട്. അങ്ങനെ ആ ഒരു കാര്യമൊക്കെ അവിടെ കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ രേവതിയാണെങ്കിൽ കുറച്ച് പൂക്കളൊക്കെ എടുത്ത് കെട്ടുകയാണ്. അപ്പൊ ഇങ്ങനെ വലിയ വെട്ടവും വെളിച്ചമൊന്നും ഇല്ലാതെ ഇവളിരുന്ന് ഇങ്ങനെ കെട്ടുമ്പോഴത്തേക്കിനും ഇതെന്താ വെട്ടത്തിരുന്ന് ഇത് കെട്ടുവാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും അത് നിങ്ങൾക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടാ, ഞാനുണ്ടല്ലോ, ഞാൻ എത്ര പൂക്കൾ വേണമെങ്കിലും കണ്ണ് കാണാത്ത അവസ്ഥയിലും ഇരുന്ന് കെട്ടും. അതിനും വേണ്ടി എക്സ്പീരിയൻസ് ആയി. ഇത് ചെറുപ്പം തൊട്ടേ ചെയ്യുന്നൊരു തൊഴിലല്ലേ. അയ്യോടി, നിന്നോട് ഞാനൊരു തമാശ പറഞ്ഞപ്പോൾ നീ അതങ്ങ് സീരിയസ് ആക്കിയൊന്നും ചോദിച്ച് സച്ചിയാണെങ്കിൽ ഇതാ രേവതിയെ കളിയാക്കാണ്. കളിയാക്കൊന്നും വേണ്ട, ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞതാണ്. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പൂ കെട്ടാനൊക്കെ അറിയാം. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, നാളെ നിങ്ങൾ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് എനിക്ക് കുറച്ച് പൂതാന്ന് പറയുകയാണ്. എന്തായാലും ഞാൻ നാളെ അങ്ങനെ തന്നെ ചെയ്യാനാണ് വിചാരിച്ചിരിക്കുന്നതെന്നും പറഞ്ഞ് സച്ചി ഇങ്ങനെ രേവതിയെ കളിയാക്കുകയാണ്. അപ്പൊ പിറ്റേ ദിവസം രാവിലെ ആയപ്പം ചന്ദ്രമതി ആണെങ്കിൽ തൻ്റെ മകന്റെ ആയുസ്സിനും ആരോഗ്യത്തിനും ഒക്കെ വേണ്ടിയിട്ട് ക്ഷേത്രത്തിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. അപ്പൊ ജോലികളെല്ലാം രേവതി തീർത്ത് വെച്ചിട്ടുണ്ട്. രേവതിയും എങ്ങോട്ടൊക്കെയോ പോകാനുള്ള ഒരു പുറപ്പാടിൽ ഇങ്ങനെ ഒരുങ്ങുമ്പോഴത്തേക്കിനും ചന്ദ്രമതി പറയാണ്, അതെ, ഇവിടെ വേണ്ടുന്ന കാര്യങ്ങൾ, എൻ്റെ മകന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ടേബിളിൽ എഴുതി കുറിപ്പായിട്ട് വെച്ചിട്ടുണ്ട്. അതെല്ലാം നോക്കിയിട്ട് അവൻ്റെയും കൂടി ഇഷ്ടം അനുസരിച്ച് വേണം ഇനി നീ ഇവിടെ ഫുഡ് ഉണ്ടാക്കാനെന്ന് പറയുകയാണ്. അമ്മയോട് ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത്, നിങ്ങളുടെ മകന് ഭക്ഷണം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. പിന്നെ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ് എന്തായാലും ഇനി ഉണ്ടാക്കുന്നതെന്ന് പറയുക. അങ്ങനെ ചന്ദ്രമതി ആണെങ്കിലോ ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേഗം തന്നെ ഭാമയെ വിളിക്കുകയാണ്. ഭാമയതെ, ഞാൻ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുകയാണ്, നീ അവിടെ എത്തില്ലേ എന്ന് ചോദിക്കുമ്പം നീ ഇറങ്ങിക്കോ, ഞാൻ എന്തായാലും അവിടെ ഉണ്ടാകുമെന്നുള്ള കാര്യമൊക്കെ പറയുകയാണ്. അങ്ങനെ ചന്ദ്രമതിയും കൂട്ടുകാരി സത്യഭാമയും കൂടി ക്ഷേത്രത്തിലെത്തുകയാണ്. ആ ഒരു ക്ഷേത്രത്തിൽ വന്നതും സത്യഭാമയാണെങ്കിൽ ഓരോ വഴിപാടും കാര്യങ്ങളും ഒക്കെ എഴുതുമ്പോഴത്തേക്കിനും നമ്മുടെ ചന്ദ്രമതി പറയുന്നുണ്ട്, നീ എന്തായാലും ഇതൊക്കെ എഴുതിച്ചില്ലേ, ഇനിയിപ്പോൾ ഞാനായിട്ട് എങ്ങനെയാ ചെയ്യാതിരിക്കുന്നത്, ഞാനും കുറച്ച് വഴിപാടൊക്കെ എൻ്റെ മോൻ തിരികെ വരാൻ വേണ്ടിയിട്ട് നേർന്നായിരുന്നു, അതെല്ലാം എനിക്ക് നടത്തണമെന്ന് പറയുകയാണ്. അങ്ങനെ തൻ്റെ ഭർത്താവിൻ്റെ പേരിലും ഇളയ പുത്രൻ്റെ പേരിലും ഈ പറയുന്ന സുധിയുടെ പേരിലും ഒക്കെ ചന്ദ്രമതി വഴിപാട് നടത്തുമ്പോഴത്തേക്കിനും സത്യഭാമ ചോദിക്കുന്നുണ്ട്, അല്ലടി ചന്ദ്രൻ, നീ ഇത്ര ആൾക്കാരുടെ പേരിലൊക്കെ വഴിപാട് നടത്തി, നീ എന്താ സുധിയുടെ പേരിൽ ഒരു പുഷ്പാഞ്ജലി പോലും നടത്താത്തതെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇത് കേൾക്കുമ്പോഴത്തേക്കിനും ചന്ദ്ര പറയാണ്, അതെ, എൻ്റെ മകൻ ഇന്ന് ഇത്രയൊക്കെ അനുഭവിക്കാനായിട്ട് കാരണക്കാരനായിട്ടുള്ളത് അവൻ ഒരുത്തൻ മാത്രമാണ്. അവനിപ്പം ആ പെണ്ണിനെ കെട്ടി ഇപ്പൊ സുഖമായിട്ട് ജീവിക്കുകയാണല്ലോ, അവന്റെ അഹങ്കാരമൊക്കെ ഒന്ന് കുറയട്ടെ, അവൻ നന്നാവണമെന്നൊന്നും ഞാൻ ഈ വാഗൊണ്ട് പറയില്ല. ഇപ്പോഴും ഞാൻ ഈ ഒരു ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് അവൻ നശിച്ചു പോകണമെന്ന് തന്നെയാണ് എന്ന് പറയുമ്പം, എടി അത് നിന്റെ മോൻ തന്നെയല്ലേ, നീ ഇങ്ങനെയൊക്കെ പറയാവോ എന്ന് ചോദിക്കുമ്പം, എനിക്കാകെ 2 മക്കളെ ഉള്ളൂ, അത് ഞാൻ അന്നും പറയാറുണ്ട് ഇന്നും പറയാറുണ്ട്, അതങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം ചന്ദ്രമതി പറയുന്നത് കേട്ടുകൊണ്ടാണ് നമ്മുടെ രേവതി അങ്ങോട്ട് വരുന്നത്. അപ്പൊ രേവതി ഇതെല്ലാം കേൾക്കുമ്പോഴത്തേക്കിനും രേവതിക്ക് വലിയ വിഷമമൊക്കെ ആയി കേട്ടോ. ഒരമ്മ തന്റെ മകനെ എത്രമാത്രം വെറുക്കുന്നുണ്ട്, അതിന്റെ മാക്സിമം ലെവലാണ് ഇപ്പം ചന്ദ്രമതി കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചന്ദ്രയുടെ ഈ ഒരു സ്വഭാവം ഒന്നും നമ്മുടെ രേവതിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അവൾ വളരെ വിഷമിച്ച് ക്ഷേത്രത്തിൽ ഭഗവാന് കൊടുക്കേണ്ടുന്ന മാലയൊക്കെ കൊടുത്തതിന് ശേഷം നമ്മുടെ രേവതിത സച്ചിക്ക് വേണ്ടിയിട്ട് വഴിപാട് കഴിക്കുകയാണ്. അപ്പം മറ്റാരും പ്രാർത്ഥിക്കാനില്ലെങ്കിലും തൻ്റെ ജീവന്റെ ജീവനാണ് സച്ചി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് രേവതി ആ ഒരു കാര്യം അവിടെ ചെയ്യുന്നത്. എത്രയൊക്കെ വന്നാലും താലി കെട്ടി അപ്പോൾ ഭർത്താവാണ്, ഇനി പുള്ളിക്കാരൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലേ പറ്റുള്ളൂ. കിട്ടിയ ജീവിതം അതെന്തായാലും അവൾ ആസ്വദിക്കുക തന്നെ ചെയ്യും. അപ്പം ആ ഒരു വഴിപാടും കാര്യങ്ങളും ഒക്കെ അവളിങ്ങനെ ചെയ്യുക കേട്ടോ. അത് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ രേവതി ശരിക്കും മനസ്സറിഞ്ഞ് തന്നെയാണ് ഭഗവാനെ വിളിക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്